പെരുമ്പാവൂർ നഗരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തി യുവാക്കളുടെ പരാക്രമം. കഴിഞ്ഞ ദിവസം രാത്രി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പരിസരത്താണ് അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് സംശയിക്കുന്ന 2 യുവാക്കൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയത്. ലഹരിക്ക് അടിമപ്പെട്ടാണ് ഇവർ അക്രമം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഏറെ പ്രയത്നിച്ചാണ് ഇവരെ പിടികൂടിയത്. ചൊവ്വാഴ്ച രാത്രിയിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പരിസരത്ത് ആലുവ മൂന്നാർ റോഡിലാണ് ഈ സംഭവം. ലഹരിമൂത്ത 2 പേർ ആദ്യം പരസ്പരം ഏറ്റുമുട്ടി. റോഡിന്റെ നടുവിൽ കിടന്ന് പിടിവലിയായി. റോഡിലൂടെ പോയ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയും കാറുകൾ, ബസ്സുകൾ പോലുള്ള വാഹനങ്ങളുടെ ഡോറുകൾ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്കൂട്ടറിൽ പോകുന്നവരെ ചവിട്ടി വീഴ്ത്തിയ സംഭവം വരെ ഉണ്ടായി. നാട്ടുകാർ ഇവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ലഹരിയുടെ അതിപ്രസരം മൂലം യുവാക്കളെ തടഞ്ഞു നിർത്തുവാൻ നാട്ടുകാർക്കും സാധിച്ചില്ല. അവസാനം പെരുമ്പാവൂർ പോലീസിൽ വിവരമറിയിച്ചു. അപ്പോഴേക്കും ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഒരാളെ പോലീസുകാരും നാട്ടുകാരും ചേർന്ന് ബലപ്രയോഗത്തിലൂടെ കീഴടക്കി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെയും ഇയാൾ ബഹളം തുടർന്നുവെങ്കിലും പിന്നീട് ശാന്തനായി. റോഡിൽ വീണും റോഡിൽ കിടന്നുരുണ്ടും ദേഹമാസകലം മുറിവുകൾ പറ്റിയ അവസ്ഥയിലായിരുന്നു ഇയാൾ. 2 പേരും ഇതര സംസ്ഥാനക്കാരെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു വശത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അറസ്റ്റുകൾ നടക്കുമ്പോൾ മറുവശത്ത് പൊതുജനങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ അഴിഞ്ഞാട്ടം പെരുമ്പാവൂരിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ബിടെക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, പിന്നെ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് 2 ലക്ഷം രൂപ വിലമതിക്കുന്ന SAP ഗ്ലോബൽ പ്രോഗ്രാമുകൾ ഇപ്പോൾ സൗജന്യമായി നേടാം. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.